മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. 2025 നമ്മെ ഭദ്രമായി കാക്കുകയും 2026 ആദ്യ ദിവസങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്ത സ്വർഗീയ പിതാവിൻ്റെ ദയയ്ക്കും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കും മുൻപിൽ ഹൃദയം കൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 310 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. പുതിയ വർഷത്തിൽ ഈ സന്ദേശം അങ്ങയുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹവും ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിക്കുവാൻ തക്കവണ്ണം ഉതകുന്നതും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിലെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ നിന്നാണ് നാം ആഴ്ചകളായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത്, പാപം ചെയ്യാതെ തന്നെത്താൻ കാത്ത യോസഫിനെ സ്വർഗം വിവിധ തരങ്ങളിൽ ആദരിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ഓർത്തത് ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നാം ഇതിനു മുൻപ് ഓർത്തത്, അവൻ കാരാഗ്രഹത്തിലായെങ്കിലും കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി എന്നുള്ളതാണ്. ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ദൈവം അങ്ങേയറ്റം കരുണയുള്ളവനാണ്. ഒരുപക്ഷെ നിരവധി പ്രശ്നങ്ങൾ വന്നുവെന്ന് വരാം, ഹൃദയം തകർക്കുന്ന അനുഭവങ്ങളിലൂടെ അവൻ കടന്നുപോയെന്ന് വരാം. എന്നാൽ അവിടെയെല്ലാം സ്നേഹിക്കുന്ന ഒരാർദ്രതയുള്ള അപ്പൻ്റെ കരം എന്ന വണ്ണം ചേർത്തു നിർത്തി ആശ്വസിപ്പിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പുതിയ വർഷത്തിൽ നമ്മുടെ മുൻപിലുള്ളത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ പുതിയ വർഷത്തിൽ ഒന്നോർക്കുക, ഏത് സാഹചര്യത്തിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന, കൃപ നൽകുന്ന, മറ്റുള്ളവർ മുൻപാകെ നമ്മെ നേരോടെ നിർത്തുവാൻ ശക്തിയുള്ള ആർദ്രതയുള്ള അപ്പൻ നമ്മോട് ഒരിക്കലും അവിശ്വസ്തത കാണിക്കുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ കുറവുകൾ ധാരാളം വന്നുവെന്ന് വരാം. അങ്ങനെ വരാതിരിപ്പാൻ നമ്മെ തന്നെ സൂക്ഷിക്കണം. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, സ്വർഗത്തിലെ ദൈവം എന്നെന്നും അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പുതിയ ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിച്ച മഹാഭക്തനായ യോസഫ് എന്ന യൗവനക്കാരനെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച മൂന്നാമത്തെ വിധം എന്തായിരുന്നുവെന്നുള്ളത് 39 അധ്യായം ഉൽപ്പത്തി പുസ്തകം 22 വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും യോസഫ് വിചാരകനായിരുന്നു. എന്താണ് ഇതിന് നമുക്ക് ക്രോഡീകരിപ്പാൻ കഴിയുന്നത്? കാരാഗ്രഹത്തിലും അവനെ ഉയർത്തുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 4 വാക്യത്തിലേക്ക് വരുമ്പോൾ 39 അധ്യായത്തിൽ പൊത്തിഫേറിൻ്റെ വീട്ടിലും ഇതേ അനുഭവം ദൈവം നൽകി തൻ്റെ ദാസനെ അനുഗ്രഹിച്ച, ഉയർത്തിയ വിധം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ കാരാഗ്രഹത്തിൻ്റെ വേദന വേളകളിൽ ദൈവം അവനെ ഉയർത്തുന്ന അനുഗ്രഹീതമായ ചിത്രം കാണുവാൻ കഴിയുന്നു. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഉയർച്ച നൽകുവാൻ മനുഷ്യരാൽ സാധ്യമല്ല. മനുഷ്യ പ്രയത്നങ്ങൾ കൊണ്ട് സാധ്യമല്ലാത്തത് ദൈവത്തിൻ്റെ വിശ്വസ്തതയും കൃപയും കൊണ്ട് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ സാധ്യമാകും എന്നുള്ളതിന് യാതൊരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല. എന്താണ് കർത്താവ് അവനെ ഉയർത്തിയ വിധം? കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തുടർന്ന് പറയുക, അവരുടെ പ്രവൃത്തികൾക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. ഇപ്പോൾ യോസഫ് കിടക്കുന്ന കാരാഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് 20 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് പോലെയും മനസ്സിലാക്കുന്നത് പോലെയും രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാണ്
യോസഫ് ഇപ്പോൾ ഉള്ളത്. സാധാരണ തടവറയല്ല. ആ തരത്തിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്ത് ആ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു ലോവർ ഡിവിഷനായിട്ടുള്ള വിഷയമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറിച്ച് രാജാവിനോട് ബന്ധപ്പെട്ട ആളുകൾ, രാജാവിനോട് കുറ്റം ചെയ്ത ആളുകൾ, രാജാവിൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തിന് കുറ്റവാളി എന്ന് തോന്നുന്ന ആളുകൾ, ആ ബദ്ധന്മാരാണ് ഈ കാരാഗൃഹത്തിൽ കിടക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക. അടിമത്വത്തിൽ നിന്ന് ഇവിടെ വന്ന ഈ മനുഷ്യൻ, ഒരിക്കൽ അപ്പൻ്റെ സ്നേഹഭാജനമായിരുന്നവൻ, സഹോദരന്മാരാൽ വിൽക്കപ്പെടുന്നവനായി തീർന്ന് അടിമത്വത്തിലേക്ക് കടക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ദൈവം അവിടെയും കൂടെ ഉണ്ടായിരുന്നു. ആ അടിമത്വത്തിൽ നിന്ന് ദൈവം അവനെ മറ്റൊരു തരത്തിൽ ഉയർത്തി. എന്നാൽ പാപം ചെയ്യാതിരുന്നതുകൊണ്ട് ആ സ്ത്രീയുടെ വാക്ക് വിശ്വസിച്ച് പൊത്തിഫേർ അവനെ രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കുന്ന ചരിത്രം കാണുവാൻ കഴിയുകയാണ്. അടിമയായി വന്നവൻ ഇവിടെ ഇതാ രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിൻ്റെ പ്രത്യേകമായ ചുമതലകൾ ഏൽക്കുന്നവനായി തീർന്നു എന്ന് വന്നാൽ അത് അതിശയത്തോടുകൂടെ മാത്രമേ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഞാനതിനെ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ആ ഉയർച്ച നൽകിയത് മനുഷ്യനല്ല, മനുഷ്യരാൽ സാധ്യമല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവം തന്നെ പ്രത്യേകമായ വിധത്തിൽ രാജാവിൻ്റെ ബദ്ധന്മാരുടെ പ്രവൃത്തികൾക്കൊക്കെയും വിചാരകനാക്കി തീർക്കവണ്ണം. തന്നെയുമല്ല, ആ കാരാഗൃഹ പ്രമാണി അവിടെ കിടക്കുന്ന സകല ബദ്ധന്മാരെയും ഈ യൗവനക്കാരനായ യോസഫിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണമെങ്കിൽ അവനെ എത്ര വ്യത്യസ്തനായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാകും. ഈ കാരാഗൃഹ പ്രമാണിയൊക്കെ എത്രയോ കുറ്റവാളികളെ കണ്ട് തഴമ്പിച്ചവരാണ്. ഒരു കുറ്റവാളിയെ കണ്ടാൽ അവനെ വിലയിരുത്തുവാൻ കഴിവുള്ളവരാണ്. എന്നാൽ അവരുടെ മധ്യത്തിൽ നിന്ന് വ്യത്യസ്തനായ ഈ യൗവനക്കാരനെ വാസ്തവത്തിൽ അവൻ്റെ സാക്ഷ്യത്തെ അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വർഷം ദൈവം നമുക്ക് തരുന്നെങ്കിൽ 2026 നാം ഓർക്കേണ്ടുന്ന വിഷയം ഇതാണ്. നാം ആയിരിക്കുന്ന ഏത് സ്ഥാനത്തും നമ്മെ വ്യത്യസ്തരായി ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനോട് പൂർണ്ണ വിധേയത്വവും പൂർണ്ണ വിശ്വസ്തതയും പാലിക്കുന്ന അനുഗ്രഹീതമായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുക. സാക്ഷ്യത്തോടെയുള്ള ജീവിതം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ ദൈവത്തോടുള്ളതായിരിക്കുന്ന എല്ലാ വിശ്വസ്തതയും കൂറും പ്രകടിപ്പിക്കുവാൻ രഹസ്യതലത്തിലും പരസ്യതലത്തിലും നമുക്ക് കഴിയുമ്പോൾ ദൈവം നമ്മെ മറ്റുള്ളവരുടെ വ്യത്യസ്തമായ സാക്ഷ്യത്തോടുകൂടെ നിർത്തുവാൻ മതിയായ ദൈവമാണ്. ഇവിടെ അതല്ലേ യോസഫിന് കാണുവാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുമ്പോൾ 2026 ഈ അനുഭവം നമുക്ക് സ്വന്തമാകുവാൻ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാനാകുവാൻ പോകുന്ന ഏത് സാഹചര്യവുമാകട്ടെ, അതൊരു പക്ഷേ സുഖപ്രദമായിരിക്കാം, അതൊരു പക്ഷേ മറ്റു വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കാം. അവിടെയെല്ലാം എന്നെ കാണുന്നവർ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയാണെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിപ്പാനായിട്ട് അങ്ങ് എനിക്ക് ഒത്തിരി കൃപ തരണമേ. ആ കൃപയുള്ള കരങ്ങളിൽ ഞാൻ താണിരിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനുള്ള കൃപ നൽകും. തീർച്ചയായിട്ടും ദൈവം ആദരിക്കും. ഈ വർഷം ദൈവം എല്ലാ നന്മകളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ആഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു.